सबका स्वागत आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए टर्बो की सीन 4 का रिएक्शन। सो टर्बो के हमने लास्ट सीन में देखा था किस तरीके से उन्होंने सुनील सर के सारे पूरे डॉन सबको मार दिया था, तो अब उनकी इंप्रेशन अलग होगी। अब देखते हैं क्या होगा। अब वो नई जॉब पे लग गए हैं, मेरे को लग रहा है उनको सैलरी पैकेज भी काफी अच्छा मिलने वाला है। तो देख लेते हैं फिर। आप भी देखो, हम देखते हैं। लेट्स स्टार्ट। സാറേ ഇവിടെ ഒരു എത്ര പേര് താമസിക്കുന്നുണ്ടാവും? ഒരു 10-300 ഫാമിലി ഉണ്ടാവും. എന്താ ഒഴിപ്പിക്കണം? देखो निकालना है उनको। ओ बॉस ने इनको अच्छा घर लेके दिया भाई। ओ वाह, कहाँ है? 300 रुपए की होटल में रह रहे थे। ഇത് ആൻഡ്രൂ സാറിന്റെ പാനി പിന്നെ സ്വന്തം ആരാ? ഫ്ലാറ്റാ. ജോസിന് അത്രയും മോഹിച്ചുകൊണ്ടാ ഇവിടെ കയറി താമസിച്ചോളാം. ओ वाह, एंड्रू सर का खुद का फ्लैट। അപ്പൊ പറഞ്ഞ പോലെ वाह घर तो मस्त है यार। जोरदार। पर मदर अभी भी ऐसा नहीं है कि आ जा, आएगा तो लेके आएगा। अच्छा मदर को भी बुला लिया। ये आ रही है। वाह, मैं वही सोचा था मदर यहाँ छोटे से घर में रह रही है तो तुम भी यहाँ आ जा। अब तो ये मेरे को थोड़ा घर जैसा लग रहा है बिल्कुल। എനിക്കിവിടെ ചെന്നൈ ബേസിലേക്ക് സ്ഥലം മാറ്റമായിട്ട് അതുകൊള്ളാം. നിന്നോട് ഞാനങ്ങ് ക്ഷമിച്ചെന്ന് വിചാരിക്കണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, വല്യമ്മാവൻ തരുന്നത് വാങ്ങിച്ചോണ്ട് പോകാൻ ഞാൻ ഒരു ടിപ്പർ ലോറി വാങ്ങിക്കേണ്ടി വരും. ഏതായാലും ഞാൻ വല്യമ്മാവനോട് ക്ഷമിച്ചു. अच्छा हाँ, ये इंदू की फैमिली वाले हैं ना, है ना? खत्म। ഞാനൊരു കാര്യം പറഞ്ഞാൽ കൊച്ചു വേറെ വല്ലതും വിചാരിക്കൂ. എന്ത്? എനിക്ക് എന്നെ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ഇഷ്ടം. അതിനെന്താ? ജോസിനെ ജോസായിട്ട് എന്നാണ് വിളിച്ചോ? ആ പഴംപൊരി നല്ല ചൂട് പഴംപൊരി. തടിക്കോ റീൽ മാറ്റി കാർട്ടൂൺ ആക്കിയോ? കാർട്ടൂൺ അല്ലടാ, കോമിക്സ്. നീ പിള്ളേരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താതെ അതവിടെ വെച്ചിട്ട് അടുക്കള പോടാ. बच्चों के सामने एम्बैरस मत करो। അല്ലെങ്കിൽ അമ്മച്ചിക്ക് പുതിയ കൂട്ടുകാർക്ക് എന്നെ കൊണ്ടുപോകാം. ജോസേട്ടാ എന്താ ഈ പിറുപിറുത്തോണ്ടിരിക്കുന്നത്? അതിപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേരെ കണ്ടതിന് ശേഷം അമ്മച്ചി ഞാൻ എന്ത് ചെയ്താലും കുറ്റമാണ്. എന്നെ ഭയങ്കര വഴക്കും പറയും. അതൊക്കെ ചുമ്മാതാ, നമുക്ക് എല്ലാവർക്കും അറിയാം ജോസേട്ടയും മമ്മാസ് ബോയാന്ന്. ആര് പറഞ്ഞു? അയ്യോ പറയുന്നതാ. എന്നാ പിന്നെ ജോസേട്ടായിക്ക് എല്ലാരും പോലെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിച്ചുകൂടായിരുന്നു. അതൊന്നും പറഞ്ഞാൽ കൊച്ചിന് മനസ്സിലാകുകയാണ് കൊച്ചേ. അതൊക്കെ മുട്ടൻ കഥയാവുന്നു. എന്താ നമുക്ക് മനസ്സിലാത്തൊരു കഥ? അത് പറഞ്ഞാൽ മുടിഞ്ഞാലാകാം. ലാഗ് അടിപ്പിക്കാതെ പറ ജോസേട്ടായി. ഉരുളുപൊട്ടൽ എന്ന് കേട്ടിട്ടുണ്ട്. Landslides. ഞങ്ങളെന്നീ കിഴക്കമ്മലയിലാണ് താമസം. എനിക്കൊരു 5-8 വയസ്സുണ്ടാവും. മലയുടെ ചെരുവിലാണ് ഞങ്ങളുടെ വീടേ. ക്രിസ്മസ് നാളിലാണ് ഞാനും അമ്മയും വീടിനകത്തും അപ്പനും പെങ്ങളും കൂടെ വരാന്തയിലിരിക്കുക. അങ്ങനെ ഇത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലെ മല ഞങ്ങളുടെ നേരെ ഇഞ്ഞ് വരുക. വീടിൻ്റെ പുറത്തോട്ട് കയറി താഴോട്ടങ്ങ് പോയി. അടിയിൽ മുഴുവൻ ചെളിയും വെള്ളവും. ഞങ്ങളിങ്ങനെ മണ്ണ് നിറഞ്ഞ് ഇവിടം വരെ ഞങ്ങൾ ശ്വാസം മുട്ടിട്ട് പോയി. ഞാൻ വിചാരിച്ചു ചത്തു. ചവിട്ടുമ്പോൾ താഴോട്ട് പോകുന്നു. ചെളിയല്ലേ താഴെ. അവിടെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ അമ്മയുടെ കൈ വിട്ടും ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അമ്മയുടെ കൈ കയറി പിടിച്ചു. അമ്മ ഇങ്ങനെ പിടിച്ച് എൻ്റെ മേലോട്ട് കയറ്റി. അങ്ങനെ നേരം വെളുക്കുന്നവരെ അമ്മ നിന്ന്. അമ്മ എങ്ങനെ നിന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. माँ है भाई वो माँ। सच में अलग ताकत आ जाती है। നാട്ടുകാർ വന്ന് വെട്ടിക്കീറി. ഞങ്ങൾ രണ്ടുപേരെയും പുറത്തെടുത്തു. അമ്മക്ക് ബോധമൊന്നുമില്ല. പിന്നെ വെള്ളമൊക്കെ തെളിച്ച് ബോധമൊക്കെ വന്ന. പക്ഷേ അപ്പനും പെങ്ങളും പോയി. പിന്നെ കുറേ നാളിങ്ങനെ അമ്മയുടെ കൈ നെഞ്ചത്ത് വെച്ചാൽ ഞാൻ ഉറങ്ങുന്നത്. പിന്നെ പള്ളിയിൽ അച്ഛനെ കൊണ്ടുപോയി കൗൺസിലറെ കാണിച്ചപ്പോൾ എന്തോ ഡ്രാമ റിലീസാകണതിൻ്റെ ഇതൊക്കെയാണെന്ന് പറഞ്ഞു. ഒരു തരം മാനസിക രൂപ. സോറി ജോസേട്ടായി. എന്നാത്തിനെ ഞാൻ കർത്തവനോട് അപ്പോഴേ ക്ഷമിച്ചു. പക്ഷേ ചത്തങ്ങ് ചെല്ലുമ്പോൾ പുള്ളിക്കാരനോട് ഇതിന് സമാധാനം ചോദിച്ചേ ജോസ് പുള്ളിക്കാരനോട് വാനടിക്കത്തുള്ളൂ. അതെ. वो सब सुन रही थी. அப்போ உங்களுக்கு ஒரு பேங்க்ல அக்கௌண்ட் இல்லையா? இல்லை, 6 மாசமா அவருக்கே உடம்பு முடியலைங்க, வேலைக்கும் போகலை, மருந்து வாங்க கூட காசு இல்லைங்க, அப்புறம் எங்கங்க அக்கௌண்ட்டெல்லாம்? இந்த ஆதார் கார்டு உங்களுக்கு தானே? ஆமாங்க. இதை வேற எங்கேயாவது கொடுத்துருக்கீங்களா?
ஒரு வருஷத்துக்கு முன்னாடி ஒரு கம்பெனியில் ஆதார் கார்டு கொடுத்தாதான் வேலைக்கு சேர்த்துக்குவோன்னு சொன்னாங்கங்க. அங்கே தாங்க கொடுத்தோம். நீங்கள் எங்கே வேலை செஞ்சீங்க? பக்கத்தில் ஒரு கம்பெனியில் கூட்டி பெருக்கிற வேலை தாங்க பார்த்தோம். பசங்களுக்கு வச்சுங்க. இல்லை வேணாங்க. பரவாயில்ல வச்சுங்க. नाइस. क्या चल रहा है ये? ജെറി വാട്ട് ആർ യു ഇംപ്ലോയിങ്? മാം ഇറ്റ്സ് എ ഹ്യൂജ് സ്കാം. നമ്മുടെ ബാങ്കിലെ RBIക്ക് ഇൻറ്റിമേഷൻ കൊടുക്കാത്ത ലോങ് ടേം ഇനാക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സിൽ നിന്ന് ഏകദേശം 60 കോടിയോളം രൂപയാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. പല സമയത്തായി പലരെയും പാസ് കീ ഉപയോഗിച്ച്. വാട്ട്? യെസ് മാം. ടാക്സ് ലാബിലില്ലാത്ത ചെറിയ ചെറിയ എമൗണ്ട്സായി നൂറുകണക്കിന് അക്കൗണ്ട്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചില അക്കൗണ്ട്സ് നമ്മുടെ ബാങ്കിലുണ്ട്. ഞാൻ പലരെയും പോയി കണ്ടു മാം. എല്ലാം സാധാരണക്കാരാണ്. ഇവർക്ക് ആർക്കും അറിയില്ല ഇവരുടെ പേരിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് के नाम पे फेक बैंक अकाउंट खोल दिए और वहाँ से निकालते रहते हैं. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തു. എല്ലാ അക്കൗണ്ട്സും ഓൺലൈനായി ഓപ്പൺ ചെയ്ത് വെരിഫിക്കേഷൻ ബൈപ്പാസ് ചെയ്താണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാങ്കിനുള്ളിലുള്ളവരുടെ ഹെൽപ്പും അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം. മാഡം, ഇതിലെ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ട്രാൻസ്ഫർ ചെയ്ത എല്ലാ അക്കൗണ്ട്സിൽ നിന്നും അതേ ദിവസം തന്നെ ഫുൾ എമൗണ്ട് ക്യാഷായി വിഡ്രോ ചെയ്തിട്ടുണ്ട്. What has this guy got to do with all of this? വെട്രിവേൽ ഷൺമുഖ സുന്ദരം. ഈ നഗരത്തിൽ നടക്കുന്ന പല വൺ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട് മാം. സ്റ്റേറ്റിൽ നടക്കുന്ന പല മെയിൻ ബിസിനസ്സുകളും വെട്രിവേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലാണ്. ഞാൻ റാൻഡമായി ചെക്ക് ചെയ്ത അക്കൗണ്ട് ഹോൾഡേഴ്സ് തമ്മിൽ ഒരേ ഒരു കണക്ഷനേ ഉള്ളൂ. ഇവരെല്ലാവരും വെട്രിവേലിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിലെ ലോ ഗ്രേഡ് വർക്കേഴ്സ് ആയിരുന്നു. ആധാർ ഉൾപ്പെടെയുള്ള പല ഡോക്യുമെന്റ്സും അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. കേട്ടിടത്തോളം ഹീസ് എ ബോൺ ക്രിമിനൽ, ആ സൈക്കോ. Let's forward this to the police ASAP. Let me consult the legal team immediately. മാം, എനിക്കൊരു 2 ദിവസത്തെ സമയം തരണം. ഈ വെട്രിവേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഒന്നിൻ്റെ മേജർ അക്കൗണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബാങ്കിലാണ്. കമ്പനി എങ്ങാനും കൊളാപ്സ് ആയ ബാങ്ക് ക്രൈസിസിലാവും. അതെനിക്കൊന്ന് വാൺ ചെയ്യണം പ്ലീസ്. मुझे क्या लग रहा है यही मिली हुई है. मुझे भी पहले यही लगा जब उसको बता रहा था ना तब. ये रही, क्योंकि जब तक आपके ब्रांच हेड आपके साथ नहीं मिला हुआ ना तो बहुत चीज़ें नहीं हो पाती. कावेरी, इसने बता दिया. காவேரி, ஃபண்ட் ட்ரான்ஸ்ஃபர் ஆகிறதுக்கு முன்னாடி ஆட்டோ நோட்டிஃபிகேஷன்ஸ் ஆஃப் பண்ணணும்னு சொன்னேன்ல. How did this happen? sorry sir. It was an unfortunate technical error. क्या करने वाले हैं इसके साथ? ओह, ये क्या लोग हैं यार. What's his name again? Jerry Matthew. இதில் வேற என்ன இப்போ டவுட்ஸ் இருக்கு? அந்த மார்க்கெட்டிங் அதுக்கு ஸ்டேட்மெண்ட் பார்க்கணும். ஆமாம் மேடம், அது மட்டும் உங்கள் எண்ட்லேருந்து ஸ்டார்ட் பண்ணணும். வரேன் மேடம். ஓகே, லெட்ஸ். ഇന്ദു, എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ. ഹലോ, ആ KLT ചിട്ടിയുടെ ഫയൽ എവിടെയാ? ആ പിന്നെ മറ്റേ ശ്രീലങ്കൻ കമ്പനിയുടെ PDF ഏത് ഫോൾഡറിലാ? അത് ഇൻവോയ്സ് ഫോൾഡറിലുണ്ട്. ഇന്ദു പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. वो ഇന്ദു, काम की बात करना चाह रहा है. ആ ഫോൾഡറിൽ എല്ലാ ഡോക്യുമെന്റ്സ് ഇല്ലല്ലോ. ये तो तरस आ रहा है क्या क्या. बुलाओ उसको वापस. काम की बात है. എന്നാടാ ജോസേട്ടായി ഇതവിടെ. ഞാനിവിടെ ഒരു ഏടാകൂടത്തിൽ നിൽക്കുക. എന്നാ കാര്യം പറ. ജോസേട്ടായി, എനിക്ക് ഇന്ദുവിനെ ഒന്ന് കാണണം. കുറച്ച് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. എന്നാ കാര്യം പറ. ओह, ജോസേട്ടായി വന്നാൽ ചിലപ്പോൾ ഇന്ദു എന്നോട് സംസാരിക്കുമായിരിക്കും. നീ നേരെ ഫ്ലാറ്റിലോട്ട് വിടും. ഞാനിതൊന്ന് തീർത്തിട്ട് വരാം. എന്നിട്ട് രാത്രി നമുക്ക് ഒരുമിച്ച് പോവാം. എന്നാ? ശരി ഏട്ടായി, ശരി ഓക്കെ. ലേറ്റ് ആവല്ലേ? ഇല്ലടാ. मेरे को जेरी के लिए डर लग रहा है अब.
फाइट कर पा रहा है। फ्लोर വാതിൽ തുറന്ന് വെച്ച് വെച്ച് നടക്കാൻ പോകരുത് പോരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിക്ക് മനസ്സിലാകത്തില്ല. இந்த பெல்லாவுக்கு பழி வாங்காம போனதா சரித்திரமே கிடையாது. ആ നീ പണി വാങ്ങിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് അതിനൊന്നും നേരമില്ല. വേഗം സ്ഥലം കാലിയാക്കിയ ഇന്ന് വേറെ ഇരിക്കുക. നീ വേറെ പണിയുണ്ട്. അടിക്കണ ചിന്ന കണ്ടീഷൻ. ഈ ഫ്ലാറ്റ് എൻ്റെ അല്ല, ആൻഡ്രൂ സാർ എനിക്ക് തൽക്കാലത്തേക്ക് തന്നിട്ടുള്ള. ഈ കാണുന്ന ഫർണിച്ചർ മുഴുവൻ നല്ല വില കൂടിയതാണ്. ഇതിലേതിലെങ്കിലും ഒരു പൊട്ടു വീണ നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും. അതിന് ഓക്കെയാണേ വാ. चलो சண்டையே இன்னும் ஆரம்பிக்கல, அதுக்குள்ள எங்கடா போறேன்? இந்த மாதிரி கண்டிஷன்ஸ்லாம் ஃபைட் பண்ண முடியாது. இல்லடா நான் ரிசைன் பண்ணிக்கிறேன். என்ன விடுங்க. ऑफ कोर्स थोड़ा इधर उधर हो गया, एक चीज टूट गई. ओले अब तो गए हो. എടാ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഒന്ന് തല്ലി പൊട്ടിക്കരുത്. നീ കേട്ടാ? ആരടിച്ചാലും നിന്റെ തല തല്ലി പൊട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ऐसे कोई भी तोड़ेगा मारेगा ही. കുറെ ഗുണ്ടകൾ അറിയിക്കുന്നു. ഏല എവിടെ കണ്ടുപോയി? ऐसे कौन कर? ओह नाइस सेव. देखे चलो இன்னொரு சான்ஸ் கொடுங்க, நான் கரெக்டாக பண்ணிடுவேன். ആ അമ്മച്ചി വന്നായിരുന്നു. എന്നതാടാ ഇത്? ഇതൊക്കെ ആരാണ് ജോസേ? ഇതേ നമ്മുടെ ആൻഡ്രൂ സാറിന്റെ ആളുകളാണ്. ഈ ടൈൽസ് മറ്റൊന്ന് പറഞ്ഞായിരുന്നേ, അതിന്റെ അളവെടുക്കാൻ വന്നതാ. അളവെടുത്തെടുത്ത് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് ഞാൻ വഴക്ക് പറഞ്ഞു വെച്ചിരിക്കുമ്പോഴാണ് അമ്മച്ചു വന്നത്. ഇത് മാനേര അമ്മാവാ? അമ്മാവനും അമ്മായിയൊന്നും അല്ല, അവൻ എൻ്റെ ഒറ്റ മോനാ. ഞാൻ അവൻ്റെ പെറ്റമ്മേ. இதுக்கு நிறைய இது ஒன்றும் போதுமில்ல. എന്നതാണ്ട് ഇവൻ ചൊല്ലിയിട്ട് പോലെ? അതിനിപ്പോ ഒരു ദിവസം കൂടെ വരേണ്ടി വരുമെന്ന് പറയായിരുന്നു. ശരി എന്നാ മുജേ കാപ്പി എടുത്ത് ഞാൻ കുളിച്ചിട്ട് വരാം. എടാ ജോസേ, ജെറി എന്തിയടാ? അവനെ കൂട്ടി നേരത്തെ കയറിയായിരുന്നല്ലോ. എന്നിട്ട് അവനങ്ങോട്ട് പോയി. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. he came here. എന്നാ എന്നാടാ ഇങ്ങോട്ട് വന്നേ. साइड कर लिया है उसने? नहीं लटकाया गया है. ओह माय गॉड, जेरी पकड़ा गया और घर के अंदर आके. अब इंदु को भी लग रहा होगा कि काश उसने वो एक बार बात कर ली होती, बिकॉज अब वो चला गया. वो क्या बात करना चाहता था कुछ पता नहीं चलेगा. पर जेरी का तो पता लग रहा है कि ही इज़ अ रियली गुड मैन. मतलब पहले जब वो बात कर रहे थे मुझे प्रॉब्लम समझ में नहीं आ रही थी, तो बाद में इसने एक्सप्लेन करी तो पता लगा कि ये सब जेरी की वजह से नहीं हो रहा है. मतलब जो चीज़ें वो पास हो रही थी वो अकाउंट वगैरह की, पर ये कौन कर रहा है ये भी हमको अभी रिवील हो गया कि इसको बस पूरे चेन्नई पे जो है वो रूल करना है काट साट के एक्चुअली. और देखा जाए तो वो जो उसके बीच में आ रहा है उसको खत्म कर रहा है. लाइक ये नहीं सोच रहा कि इसको ये करना चाहिए, थोड़ा सा संभाल के रख लूँ. लाइक चेन्नई पुलिस है ही नहीं, ऐसा टाइप को कर रहा है. डेंजरस कितना सीन था कि वो जो जर्नलिस्ट थी उसको कैसा किया. एक्चुअली वो बहुत हॉरिफाइंग है अभी. लेकिन लगता है लेकिन यहाँ पे अब इनका सीधा टाका भिड़ेगा यहाँ पे हाँ जोसे के साथ, और फिर गेम बहुत चेंज होने वाली. तो आप लोगों को कैसा लगा आप कमेंट सेक्शन में जरूर बताएगा. तो ऐसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और सब्सक्राइब करिए. बाय.